പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പരാതിയുടെ പേരിൽ അറസ്റ്റ്. എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. തൃക്കണ്ണൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള നല്ലൊരു ഇൻഫ്ലുവൻസറാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം ഇതായിരുന്നു: വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഈ പീഡനം നടക്കുന്ന സമയത്ത് ഇതറിയുന്നില്ലേ? ഇനി ഇതുമല്ല, ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഒരു പീഡനമാവുന്നത്? ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കുകയോ അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അദ്ദേഹത്തിന് ഉപദ്രവപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു പീഡനമാവുന്നത്. പക്ഷേ കൺസെൻ്റ് ഉണ്ടായിട്ട് അതെങ്ങനെയാണ് പീഡനമാവുന്നത്? ഉദാഹരണത്തിന് ഞാൻ ഒരാളെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തിന് വാക്കും കൊടുത്തു, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം. പക്ഷേ പിന്നീട് ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലങ്ങൾ എടുക്കുമല്ലോ ഒരാളെ മനസ്സിലാക്കാനും അവരുമായിട്ട് അവരെന്താണെന്ന് ഇതാക്കാനും, അല്ലെങ്കിൽ നമ്മളെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനൊക്കെ. ഈ ടൈം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് യോജിച്ച് പോവില്ല, ഞാൻ നിങ്ങൾ തമ്മിൽ വർക്കൗട്ടാവില്ല. അപ്പോൾ നമ്മൾ പിരിയാനായിട്ട് തീരുമാനിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് വരും, ഇത് പറ്റില്ല, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുവരെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ മാറുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് വളരെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഒരാളുടെ പേരിൽ മയക്കുമരുന്നിൻ്റെ കേസ് കേട്ട് വന്നു, വേറൊരാളുടെ പേരിൽ വണ്ടി ഇടിച്ച് കൊല്ലാൻ വന്നു, വേറൊരാളുടെ പേരിൽ ഈ പറഞ്ഞ പോലെ തന്നെ റൂമിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പ്രൈവറ്റ് ടൈമിൽ അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞു. ഇതും അങ്ങനെയൊക്കെ തന്നെ ആവാം ചിലപ്പോൾ, എനിക്കറിയില്ല. ഞാൻ അഗൈൻ പറയുന്നു, നമുക്കറിയില്ല. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ വരുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പോലീസ് അവർ അന്വേഷിച്ച് അതിൻ്റെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന കാര്യം, കൺസെൻ്റ് ഇല്ലാണ്ട് ഒരാളുടെ ദേഹത്തോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളിലോ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ് പീഡനമാവുന്നത്? അതൊരു വഞ്ചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഥ മാറി. രണ്ടും രണ്ട് സെക്ഷനാണ്. വഞ്ചന കേസിന് നമുക്ക് മറ്റേ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. പീഡനത്തിനും കൊടുക്കാം. രണ്ടും രണ്ടാണ്. അതായത് പീഡനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ശക്തി കൂടുമെന്ന് അറിഞ്ഞത് കൊണ്ടിട്ടല്ലേ അതവരെങ്ങനെ ചെയ്യുന്നത്? ആണോ? അല്ല, നിങ്ങൾ പറ.